ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും MPS ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് വാട്സപ്പ് ബീറ്റ ടെസ്റ്റർ, അതുപോലെ തന്നെ ഇത് എങ്ങനെ നമ്മുടെ ഫോണിൽ എനേബിൾ ചെയ്യാം, വാട്സപ്പ് ബീറ്റ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളാണ്. വാട്സപ്പ് ബീറ്റ എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ കുറേ അധികം ഫീച്ചറുകൾ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ യൂസ്ഫുള്ളാവുന്ന ഒരു വാട്സപ്പിൻ്റെ ഫീച്ചറാണ്, പ്ലേ സ്റ്റോറിൻ്റെ ഫീച്ചറാണ് വാട്സപ്പ് ബീറ്റ. ഈ ഫീച്ചറുകളെല്ലാം വാട്സപ്പ് ബീറ്റ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആദ്യമേ തന്നെ ലഭിക്കാൻ കഴിയും. അതായത് നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഓരോ ഫീച്ചറുകളും വാട്സപ്പ് ബീറ്റ എന്ന ഇതിൽ ഒരു ചെക്കിംഗ് രീതി എന്നോണം അത് വാട്സപ്പ് ആദ്യമേ തന്നെ അവതരിപ്പിക്കും. അതിനുശേഷം 1-2 മാസങ്ങൾക്ക് ശേഷമൊക്കെയാണ് ഒഫീഷ്യൽ വാട്സപ്പിൽ ഈ ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിക്കുക. ഇത് എങ്ങനെ ആകാം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ട്രിക്കാണിത്. അതായത് വാട്സപ്പിൻ്റെ ഫീച്ചറുകളൊക്കെ തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മളിലേക്ക് എത്താൻ നമുക്ക് ഈ രീതി ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യമായി എൻ്റെ വാട്സപ്പ് പ്ലേ സ്റ്റോറിലൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് എൻ്റെ വാട്സപ്പ് എടുത്താൽ ഇതുപോലെ ഒന്നാണ് കാണുക. ഇനി ഞാൻ ഇത് എൻ്റെ വാട്സപ്പ് ഒരു ബീറ്റ ടെസ്റ്ററിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഫോണിലെ ക്രോം ആപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ക്രോം ആപ്ലിക്കേഷൻ എടുത്ത ശേഷം അതിൻ്റെ സെർച്ച് ഭാഗത്ത് നമ്മൾ വാട്സപ്പ് ബീറ്റ ടെസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് ആദ്യമായി തന്നെ വരുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതൊരു വെബ്സൈറ്റാണ്, ഇതിലേക്ക് നമുക്ക് ആദ്യം കയറാം. അപ്പോൾ ഈ വെബ്സൈറ്റ് ഓണായി വന്നാൽ നമുക്ക് ഇതുപോലെ ഒരു ഭാഗമാണ് അവിടെ കാണാൻ കഴിയുക. അങ്ങനെ ഈ വെബ്സൈറ്റിൻ്റെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ അവിടെ ബിക്കം എ ടെസ്റ്റർ എന്നുള്ള ഒരു നീല ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വാട്സപ്പിൻ്റെ ബീറ്റയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്ന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്താലേ നമുക്ക് ഇത് ശരിയാവുകയുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് അതൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇനി അതിനെ സെർച്ച് ചെയ്യാത്ത വാട്സപ്പ് സെർച്ച് ചെയ്തു. ഇനി നമ്മൾ വാട്സപ്പ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തേതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വാട്സപ്പ് മെസ്സഞ്ചർ എന്നതിന് ശേഷം ഒരു ബ്രാക്കറ്റിൽ ബീറ്റ എന്നുകൂടി എഴുതിയത് കാണാം. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഒരു ബീറ്റയായി മാറിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഈ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ഓപ്പൺ എന്നുള്ള ഭാഗത്തൊരു അപ്ഡേറ്റ് എന്നാണ് കാണാൻ കഴിയുക. ഞാനിത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാട്സപ്പ് ബീറ്റയെ കുറിച്ചറിയാൻ. നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ പല ഫീച്ചറുകളും വാട്സപ്പ് കമ്പനി പുറത്തിറക്കുന്നുണ്ട്. ഇതൊക്കെ വേഗത്തിൽ തന്നെ ലഭ്യമാക്കാൻ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.